ഇത് ഓണം എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ എഴുതിയ ഐ വിൽ ഫ്ലൈ എന്ന പാർട്ടാണ്. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സമ്മറിയിലൂടെ ഒന്ന് ഓടിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് സ്റ്റോറി അറിയെങ്കിലും അറിയില്ലെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലൂടെ ഒന്ന് മെയിനായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ പോയിൻറ്റ്സൊക്കെ എന്ത് ചെയ്യുക, ഈ ബോർഡിൽ കാണിക്കുന്ന ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ വിൽ ഫ്ലൈയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇൻസ്പയർ ചെയ്യണം ആരെ, യങ് പീപ്പിൾ ടു ബിലീവ് ഇൻ ദംസെൽസ്. അതായത് യങ് പീപ്പിളിനെ അവരിൽ തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് പ്രോത്സാഹിപ്പിക്കുകയാണ്. ആൻഡ് സ്ട്രൈവ് ടു ബി യുണീക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ് എന്നു വെച്ചാൽ എന്താണ്, ബി യുണീക്ക്. അതായത് മറ്റൊരാളെ പോലെയല്ല, സ്വന്തമായിട്ട് തന്നെ എല്ലാവരും വ്യത്യസ്തരാവുക എന്നൊരു കൺസെപ്റ്റായിരുന്നു നമ്മുടെ ആർക്കുണ്ടായിരുന്നത്, ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഷെയർ ചെയ്യാണ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് എ വില്ലേജ് ടു ലോഞ്ച് ശാസ്ത്രയാൻ, എ സയൻസ് അവയർനെസ് പ്രോഗ്രാം എയിംഡ് അറ്റ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ പ്രൊഫഷണൽ കരിയേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ചിലർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് തന്നെ വായിക്കുക. അദ്ദേഹം ഷെയർ ചെയ്യാണ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് എ വില്ലേജ്. അദ്ദേഹം ഒരു വില്ലേജ് വിസിറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. അദ്ദേഹം എന്തിനാണ് അവിടെ വില്ലേജ് വിസിറ്റ് ചെയ്തത്, എന്ത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി, ശാസ്ത്രയാൻ എന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തായിരുന്നു, ഒരു സയൻസ് അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു. അതിൻ്റെ എന്തായിരുന്നു, എയിംഡ് അറ്റ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ പ്രൊഫഷണൽ കരിയേഴ്സ്. സ്റ്റുഡൻസിനെ നല്ല പ്രൊഫഷണൽ കരിയേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പോൾ ഡ്യൂറിങ് ദ ഇവൻറ്റ്, ആ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എ ഷൈ ബോയ്, ഒരു അത്യാവശ്യം ഷൈ ആയിട്ടുള്ള ഒരു ആൺകുട്ടി, നാണമുള്ള, അതായത് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തൊരു കുട്ടി, ആസ്ക്ഡ് ഹൗ he could achieve his dream of becoming a marine engineer. അവൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് അവനെ അവൻ്റെ ഡ്രീം ആയിട്ടുള്ള മറൈൻ എഞ്ചിനീയർ ആവാൻ പറ്റുക. ഡെസ്പേറ്റ് ലാക്കിംഗ് കോൺഫിഡൻസ്, ഡെസ്പേറ്റ് ലാക്കിംഗ് കോൺഫിഡൻസ്, ലാക്ക് എന്ന് വെച്ചാൽ ഇല്ല, കോൺഫിഡൻസ് ഇല്ലാതെ അവരെങ്ങനെയാണ് ഒരു മറൈൻ എഞ്ചിനീയർ ആവാൻ പറ്റുകയെന്ന്. അപ്പോൾ ഡോക്ടർ കലാം റെസ്പോണ്ടഡ് ബൈ റെസിറ്റിംഗ് ദ പോയം. ഡോക്ടർ കലാം അതിന് റിപ്ലൈ നൽകിയത് എങ്ങനെയായിരുന്നു, റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയായിരുന്നു, റെസിറ്റിംഗ്, പാടിയും കൊണ്ടായിരുന്നു ദ പോയം ഐ വിൽ ഫ്ലൈ, വിച്ച് എംഫസൈസ്, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ നമുക്കുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ച്, അതുപോലെ തന്നെ കോൺഫിഡൻസ് ആൻഡ് ദ എബിലിറ്റി ടു റൈസ് എബോവ് ലിമിറ്റേഷൻസ്. നമുക്കുള്ള കഴിവ്, നമുക്ക് എല്ലാറ്റിനും മറികടക്കാനുള്ള കഴിവ് ഉണ്ടെന്ന്, ഇതൊക്കെയാണ് നമ്മുടെ ഐ വിൽ ഫ്ലൈ എന്ന പോയം പാടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്. ഹി റിമൈൻഡഡ് ദ ഓഡിയൻസ്, അദ്ദേഹം ഓഡിയൻസിനെ ഓർമ്മപ്പെടുത്തിയത് ദാറ്റ് സൊസൈറ്റി ഓഫ്റ്റൻ പ്രഷേഴ്സ് ഇൻഡിവിജ്വൽ ടു ബി ലൈക്ക് അതേഴ്സ്. നമ്മുടെ സൊസൈറ്റി എപ്പോഴും നമ്മളെ മറ്റൊരാളെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിക്കുക. ബട്ട് റിയൽ സക്സസ് കംസ് ഫ്രം ഫൈറ്റിംഗ് ടു റിമെയിൻ യുണീക്ക്. പക്ഷേ നമ്മളെ വ്യത്യസ്തരാകുന്നതിലൂടെ, നമ്മുടെ വ്യത്യസ്തമായ രീതിയിൽ കഴിവ് എടുക്കുന്നതിലൂടെയാണ് നമ്മൾ വിജയിക്കുക. അല്ലാതെ മറ്റൊരാളെ പോലെ ആയിക്കൊണ്ട് നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സമ്മറി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ മെയിൻ പോയിൻറ്റ്സ് എന്താണ് ഓർത്ത് വയ്ക്കേണ്ടത്, നമ്മുടെ അബ്ദുൽ കലാം സാർ, ഡോക്ടർ കലാം അഡ്രസ്സസ് യൂത്ത് എബൌട്ട് സക്സസ് ആൻഡ് യുണീക്ക്നെസ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നത്, ഇതിലൂടെ യൂത്തിനെ അഡ്രസ്സസ് യൂത്ത് എബൌട്ട് സക്സസ് ആൻഡ് യുണീക്ക്നെസ്, സക്സസ്സിനെ കുറിച്ചും വിജയത്തിനെ കുറിച്ചും അതേപോലെ തന്നെ വ്യത്യസ്തരാകുന്നതിനെ കുറിച്ചൊക്കെ. ഒരു ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് എന്തിനായിരുന്നു എയിം ചെയ്തത്, ടു എംപവർ ചെയ്യാന്ന് വെച്ചാൽ അവിടെ എംപവർമെൻ്റ് ഇല്ലേ, അത് സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ് ത്രൂ എഡ്യൂക്കേഷൻ, അതായത്
സ്റ്റുഡൻസിനും എംപവർ സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ് ത്രൂ ശാസ്ത്രം എയിം ടു എംപവർ സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ കുടുംബത്തിനെയും കുട്ടികളെയും ഒക്കെ എന്ത് ചെയ്യാണ് എഡ്യൂക്കേഷനിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ. എ ഷൈ വില്ലേജ് ബോയ് എക്സ്പ്രസ്ഡ് ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ പെർസ്യൂയിങ് ഹിസ് ഡ്രീം. ഒരു ഷൈ ബോയ് എന്ത് ചെയ്യും, അവൻ്റെ പേടി എക്സ്പ്രസ് ചെയ്തു. അവന് എന്തെങ്കിലും മറൈൻ എഞ്ചിനീയർ ആവാൻ എന്നുള്ളതിൻ്റെ ഒരു പേടി എന്ത് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് ഡ്രീം അച്ചീവ് ചെയ്യുന്നതിലുള്ള പേടി. അപ്പോൾ ഡോക്ടർ കലാം എൻ്റെ ഒരു പോയം പാടി റെസിറ്റഡ് ഐ വിൽ ഫ്ലൈ. എ മോട്ടിവേഷണൽ പോയമാണത്. എന്ത് പോയമാണ്? മോട്ടിവേഷണൽ പോയമാണ് പാടിയത്. എബൌട്ട് പൊട്ടൻഷ്യൽ ആൻഡ് സെൽഫ് ബിലീഫ്. അത് നമ്മുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച്, നമുക്കുള്ള കഴിവ് ക്ഷമത അതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ബിലീഫിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മെസ്സേജ് പറഞ്ഞത്? ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും എഴുതാൻ പറയുമ്പോൾ എസ്സേ ഒക്കെ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടതാണ്. അബ്ദുൽ കലാം എന്താ പറയുന്നത്? സൊസൈറ്റി പ്രഷേഴ്സ് പീപ്പിൾ ടു ബി ലൈക്ക് അതേഴ്സ്. സൊസൈറ്റി എപ്പോഴും നമ്മളോട് പറയൽ മറ്റുള്ളവരെ പോലെ ആവാനാണ്. ബട്ട് യൂത്ത് മസ്റ്റ് ഫൈറ്റ് ടു റിമെയിൻ യൂണിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും എന്താവണം? ഒറ്റയ്ക്കാവാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ട്രൂ സക്സസ് കംസ് ഫ്രം റിയലൈസിങ് വൺസ് ഓൺ സ്ട്രെങ്ത് ആൻഡ് നോട്ട് ഗിവിങ് അപ്പ്. ഇപ്പം നമുക്ക് സക്സസ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുമ്പോഴാണ്, അതിൻ്റെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുമ്പോഴും. ഇപ്പോൾ ആ കുട്ടിക്ക് പേടിയായിരുന്നു മറൈൻ എഞ്ചിനീയർ ആവാൻ പറ്റുമോ, അത് ചോദിക്കാനും പേടിയായിരുന്നു. ഭയങ്കര ഫിയർ ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഫിയർ വന്നാൽ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും? ബൈ ബിലീവിങ് ഇൻ അവർ എബിലിറ്റീസ്. നമ്മളെ കഴിവിൽ വിശ്വസിക്കുക. അതുപോലെ നന്നായി പ്രിപ്പയറിങ് വെൽ ആൻഡ് പ്രാക്ടീസിങ് റെഗുലർലി. എന്നും എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക. അങ്ങനെയായിരിക്കും നമ്മൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുക.